പ്രിയ സ്നേഹിതരെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ലോകം എന്തു പറയുന്നു? ലോകം എന്നുദ്ദേശിച്ചത് മറ്റു മനുഷ്യർ എന്തു പറയുന്നു? അവരുടെ ദൃഷ്ടിയിൽ എന്നെക്കുറിച്ചൊരു മതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യുക സ്വാഭാവികം. കാരണം എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത്, നല്ല മനുഷ്യൻ എന്ന് പറയണം എന്നല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നുണ്ട്? നല്ല വസ്ത്രം ധരിച്ച് നടക്കുക, നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുക, നല്ല രീതിയിൽ മുടി ചീകുക, നല്ല സ്വഭാവവും നല്ല സംസാര ശൈലിയും പഠിച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലൊക്കെ ഇതിനുള്ള പരിശീലനം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അങ്ങനെ ലഭിക്കുന്ന പരിശീലനം ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കേട്ടും കണ്ടും മനസ്സിലാക്കിയാലും അവർ വളർന്നു വരുമ്പോൾ ഇതൊന്നും വേണ്ട, നല്ല വസ്ത്രം വേണ്ട, നല്ല രീതിയിൽ മുടി ചീകണ്ട, നല്ല സംസാര ശൈലി വേണ്ട എന്ന് ചിന്തിക്കുന്ന ധാരാളം ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയല്ല നമ്മൾ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കേണ്ടത് ആവശ്യം. ഞാനൊരു ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ എത്രത്തോളം എനിക്ക് വൃത്തിയായി പോകാൻ ശ്രമിക്കാമോ അത്രയും ഞാൻ ചെയ്യും. എന്തുകൊണ്ടാണ്? എനിക്ക് ആ സ്ഥാപനത്തിൽ ജോലി കിട്ടണമെങ്കിൽ എത്രയും വൃത്തിയായി എന്നെ തന്നെ അവരുടെ മുൻപിൽ കാണിക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. എന്നാൽ വേണ്ടതിലും അധികം എൻ്റെ ശരീരത്തിന് ഭംഗി വരുത്തുകയോ എൻ്റെ വസ്ത്രത്തിന് ഭംഗി വരുത്തുകയോ ആവശ്യത്തിലധികമാണ് എന്ന് തോന്നിയാൽ പോലും അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ആരും ഒരു ഇൻ്റർവ്യൂവിന് പോകത്തില്ല. കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഇത്രയും വൃത്തി വേണം, ഇതിൽ കൂടുതലാകരുത്, ഇതിൽ കുറയരുത് എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ സ്ഥാപനത്തിൽ ജോലി വേണം എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ മനസ്സിലും എന്നെക്കുറിച്ച് ഒരു മതിപ്പ് ഉളവാക്കേണ്ടതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എത്ര വരെ ചെയ്യണം, ഏത് കാര്യങ്ങൾ ചെയ്യരുത്, ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറവ് വരുത്തരുത് എന്നുള്ളതും നാം ചിന്തിക്കണ്ടേ? അതോ ജോലി കിട്ടുന്നതിൽ മാത്രം മതിയോ? ഇല്ല, നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിലും നമ്മെക്കുറിച്ചൊരു മതിപ്പ് വേണം, നമ്മെക്കുറിച്ചൊരു സ്വീകാര്യത വേണം. അവർ പറയണം, ഈ മനുഷ്യൻ കൊള്ളാം, ഈ മനുഷ്യൻ്റെ സംസാര ശൈലി കൊള്ളാം, ഈ മനുഷ്യൻ്റെ സ്വഭാവം കൊള്ളാം, എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയണം, ഇവനെ കണ്ടു പഠിക്ക്, ഈ മനുഷ്യനെ കണ്ടു പഠിക്ക് എന്ന് എന്നെക്കുറിച്ച് ഒരാൾ പറയുമെങ്കിൽ ഞാൻ ഒരു പരിധി വരെ വിജയകരമായി ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മുൻപിൽ മതിപ്പുളവാക്കുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ, ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് ദൈവത്തിന് പ്രസാദമാകുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ വഴി വിട്ടു പോയ വ്യക്തികൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ, ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ, ലോകത്തിൻ്റെ മാലിന്യതകളിൽ അകപ്പെട്ടു പോയവരെ കുറിച്ചും ദൈവം പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടെന്നറിയാമോ? അവർ മടങ്ങി വരുമോ? ആ വേണ്ടാത്തത് വിട്ടുകളഞ്ഞിട്ട് മടങ്ങി വരുമോ? ദൈവത്തിങ്കിലേക്ക് വരുമോ എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് പ്രസാദം വരുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, ദൈവം പറയുന്ന വഴിയിലൂടെ നടക്കുവാൻ നാം പരിശ്രമിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുക മാത്രമല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു മതിപ്പ്, ഒരു നല്ല അഭിപ്രായം നമ്മെക്കുറിച്ച് പറയാനിടയാകും. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇനി അതിൻ്റെ മറുവശം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ വ്യക്തത വരും. അതായത്, എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. മാനസികമായ സമനില തെറ്റിയവരെ കുറിച്ച് നാം കണ്ടിട്ടുണ്ടോ? അവർക്ക്
ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയമല്ല. കാരണം അവരുടെ മാനസിക നില തെറ്റിയത് കൊണ്ട് നല്ല വസ്ത്രം ധരിക്കാനോ, നല്ല രീതിയിൽ മുടി ചെയ്യാനോ, വൃത്തിയായി നടക്കാനോ, നല്ല സംസാര ശൈലി ഉണ്ടാക്കാനോ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ആഗ്രഹമില്ല, കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവർ എന്ത് എന്നെക്കുറിച്ച് പറയും എന്നുള്ളത് അവർ ചിന്തിക്കാൻ അവർ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരെ മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനു വേണ്ട ചികിത്സ കൊടുത്ത് അവരെ പുറത്തിറക്കി കഴിയുമ്പോൾ, അവർ രോഗം മാറിക്കഴിയുമ്പോൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പണ്ടത്തെ പോലെ മുഷിഞ്ഞ വസ്ത്രമിട്ട് നടക്കുകയില്ല, അവർ മുടി ചീകാതെ നടക്കുകയില്ല, ശരീരം വൃത്തിയായി സൂക്ഷിക്കാതെ നടക്കുകയില്ല. അപ്പോൾ എന്നെ തന്നെ സൂക്ഷിക്കേണ്ടത് മറ്റുള്ളവരിൽ മതിപ്പുളവാകത്തക്കവണ്ണം അതിന് വേണ്ടത്ര അധികമല്ല, കുറയുന്നതുമല്ല, ആവശ്യത്തിനനുസരിച്ച് എന്നെ തന്നെ സൂക്ഷിക്കുന്നതും വളരെ ആവശ്യമാണ്. ഇതേപോലെ ദൈവവും ഇത് തന്നെ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നുണ്ടോ, കൽപ്പന അനുസരിക്കുന്നുണ്ടോ, ദൈവം പറയുന്നത് പോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.